ഒരച്ചടക്കമില്ലാത്ത രാഷ്ട്രീയ കൂട്ടം. അതാണ് UDFും കോൺഗ്രസും. അവർ കേരളം ഭരിച്ചാൽ കേരളത്തിൽ വികസനം ഉണ്ടാകും. ഇവരുടെ രാഷ്ട്രീയ ആശയങ്ങൾക്ക് ഇവർക്കുമേൽ മേൽക്കൈ ഉണ്ടാകുന്നു. ആ മേൽക്കൈ സമുദായത്തിലാകെ ഉണ്ടാകുന്നു എന്ന തെറ്റിദ്ധാരണയിലാണ് ശ്രീ VD സതീശൻ ഈ മതരാഷ്ട്രവാദികൾക്ക് മുമ്പിൽ വണങ്ങിയിരിക്കുന്നത്. ഇതിന് കോൺഗ്രസിന് വില കൊടുക്കേണ്ടി വരും. കോൺഗ്രസ് നയിക്കുന്ന ഏക വികാരം മാർക്സിസ്റ്റ് വിരുദ്ധത മാത്രമാണ്, ഇടതുപക്ഷ വിരുദ്ധത മാത്രമാണ്. അപ്പം ഇടതുപക്ഷ വിരുദ്ധതയുടെ വാളോങ്ങി നിൽക്കുന്ന എല്ലാവരെയും കൂട്ടിയൊരുപ്പിക്കുക. ജമാഅത്തെ ഇസ്ലാമിയുമായി എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ധാരണ, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് വളരെ ക്ലിയർ ആയിരുന്നു, രാഷ്ട്രീയ ധാരണ ഞങ്ങൾ ഉണ്ടാക്കി. ഞങ്ങൾ ആരോടും പ്രത്യേകമായ കൂറ് പുലർത്തില്ല, ഞങ്ങൾ ആരോടും അനീതി കാണിക്കുകയുമില്ല. ഏതൊരു വിഭാഗത്തിനും ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യമില്ലാതെ ഈ ഗവൺമെൻറ്റിനെ സമീപിക്കാം. ഇപ്പോൾ CPM ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ രണ്ടു പക്ഷത്തുനിന്ന് ആരോപണം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലൊക്കെ അല്ലെങ്കിൽ ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലൊക്കെ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ന്യൂനപക്ഷ വർഗീയതയെ കൂടെ കൂട്ടാനാണെന്ന് പറയും. ഇപ്പോൾ ഇത്തരത്തിൽ ഈ സുംബ പോലുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിലപാടെടുക്കും അത് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയാണെന്ന് പറയും. ഇതിൻ്റെ ഒരു ബാലൻസിങ് ഒരു പ്രശ്നമായിട്ട് തോന്നി. അങ്ങനെ പറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അത് ജനം കാണട്ടെ, ജനം വിലയിരുത്തട്ടെ. അപ്പോൾ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, രണ്ട് കൂട്ടരും ഇതുപോലെ ഞങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളാണല്ലോ ശരി. പക്ഷേ ഇതേ ആക്രമണം കോൺഗ്രസ് നേരിടുന്നില്ല. അതിനൊരു മറുവശമുണ്ട്. രണ്ട് കൂട്ടരെയും തരാതരം ഉപയോഗിക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. എങ്ങനെ, എവിടെയാണ് അതങ്ങനെ ഉപയോഗിക്കുന്ന? ഏത് ഘട്ടമാണുള്ളത്? ഒരേ സമയം തന്നെയാണല്ലോ ഇത് രണ്ടും പറയുന്നത്. ഞങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു മതമൗലികവാദ സംഘടനയെയോ ഒരു വർഗീയ സംഘടനയോ ഒരു ഘട്ടത്തിലും പ്ലേസ് ചെയ്യില്ല. അവരോട് നോ കോംപ്രമൈസാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. UDF കേരളം ഭരിച്ചിരുന്നു. RSSകാർ പ്രതിയായ കേസ് ഉമ്മൻചാണ്ടി സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. MG കോളേജിൽ RSSൻ്റെ കൊടും ക്രിമിനലുകൾ പ്രതിയായ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ അന്ന് പരിക്കേറ്റത്, ബോംബേറിൽ പരിക്കേറ്റത് ഒരു സർക്കിൾ ഇൻസ്പെക്ടറിനാണ്, മോഹൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ കേസ് പിൻവലിച്ചു കൊടുത്തു. SDPIക്കാർ ഇതുവരെ കേരളത്തിൽ ഭരിച്ചിട്ടില്ലല്ലോ, MLA പോലും ജയിച്ചിട്ടില്ലല്ലോ. പക്ഷെ ലീഗ് കേരളം ഭരിക്കുമ്പോൾ SDPIക്കാർ പ്രതികളായ കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാകും, അന്നത്തെ റിപ്പോർട്ടർ TV അതിൻ്റെ ഫ്ലോറിൽ നിന്ന് ശ്രീ വേണു ബാലകൃഷ്ണൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് ലേപ്പൽ ഊരിക്കളഞ്ഞിട്ട് അന്നത് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുന്നുണ്ട്. കാസർഗോഡ് കലാപത്തെ സംബന്ധിച്ച് നിസാർ കമ്മീഷനെ കുറിച്ചുള്ളൊരു ചോദ്യത്തിന് അതിൽ തട്ടി ഇറങ്ങിപ്പോയതാണ് പ്രതിഷേധിച്ച അദ്ദേഹം. എന്തായിരുന്നു കാസർഗോഡ് കലാപം അനുസരിച്ച് നിസാർ കമ്മീഷൻ പിരിച്ചുവിട്ടത്? ഉമ്മൻചാണ്ടി സർക്കാർ. ആരെ പ്രതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു? പോട്ടെ, മാറാട് കലാപത്തിൻ്റെ ചരിത്രം എടുക്കുക. മാറാട് കലാപത്തിൻ്റെ സമയത്ത് 2 മാറാട് കലാപങ്ങൾ ഉണ്ടായി UDFിൻ്റെ കാലത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. LDFിൻ്റെ കാലത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല. UDFിൻ്റെ സാമുദായിക പ്രീണനങ്ങളുടെ ഫലമായിട്ടാണ് ആ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ആ കലാപ സ്ഥലത്തേക്ക് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയെ വിലക്കിയ സമയത്ത് ഉമ്മൻചാണ്ടി കൂടെ കൊണ്ടുപോയില്ലല്ലോ. ലീഗിൻ്റെ മന്ത്രിമാർ ഇങ്ങോട്ട് വരണ്ട, മുസ്ലിം നാമധാരികളായ മന്ത്രിമാർക്ക് വിലക്കേർപ്പെടുത്തിയ സമയത്ത് ഈ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഇരുത്തിയിട്ടല്ലേ ഉമ്മൻചാണ്ടി അന്ന് ഒറ്റയ്ക്ക് പോയത്. എന്നാൽ അതേസമയം അന്ന് CPMൻ്റെ നേതാവ് സഖാവ് പിണറായി വരുമ്പോൾ VKC മുഹമ്മദ് കോയയും ഇളമരം കരീമിനെയും ഇതുപോലെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് അന്ന് കുമ്മനം രാജശേഖരനും മറ്റേ അരയ സമാജവും RSS നേതാക്കളും പറയുന്നുണ്ടല്ലോ. പക്ഷേ സഖാവ് പിണറായി ഇളമരത്തെയും VKCയെയും കൂട്ടിപ്പോയി. അതാണ് സഖാവ് പിണറായിയും അതാണ് UDFും തമ്മിലുള്ള അകലം, കോൺഗ്രസും UDFും തമ്മിലുള്ള അകലം, CPMും കോൺഗ്രസും തമ്മിലുള്ള അകലം. അപ്പോഴും നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന RSS ബന്ധത്തെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ചും പറയാതെ പോകാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും MV ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു വാചകം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായിരുന്നു. RSSുമായി കൂട്ടുകൂടിയിട്ടുണ്ട്. അതൊരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കോൺഗ്രസ് ബന്ധത്തെ വിമർശിക്കുമ്പോൾ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി CPM കൂട്ടുചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ ചരിത്രമുണ്ട്. ഇങ്ങനെ തരാതരം പോലെ പലപ്പോഴായി ഈ വർഗീയതകളെ കൂട്ടുപിടിച്ചിട്ടുണ്ട് ഇടതുപക്ഷം എന്നുള്ളതാണ് നിലനിൽക്കുന്നൊരു ആരോപണം. അത് അങ്ങനെ കൂട്ടുപിടിക്കുന്നവർ നിങ്ങളും അത് ചെയ്തിട്ടുണ്ട് ഈ തെറ്റ് എന്ന് പറഞ്ഞ് സ്വയം രക്ഷപ്പെടാനുള്ള വഴിയാണ്. സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പിറ്റേ ദിവസം അത് തിരുത്തി പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി അത് കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തി വിശദമാക്കി. അതൊരു അടഞ്ഞ അധ്യായമാണ് ആ പരാമർശം. ഇനി ചരിത്രത്തിലേക്ക് അങ്ങനെ നടന്നിട്ടുണ്ടോ? ഒരു പക്ഷേ RSS എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി സാങ്കേതികമായൊരു ബന്ധം ഉണ്ടായി കാണില്ല. പക്ഷേ 77 തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 77 തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഈ ലോക്ജൻ പാർട്ടിയും
ജനസംഘവും എല്ലാം കൂടി ചേർന്ന ഒരു പാർട്ടിയായിരുന്നു. ആ പാർട്ടി കേരളത്തിൽ മത്സരിച്ച് CPM-ന്റെ പിന്തുണയോടുകൂടിയായിരുന്നു. AK ഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്വാനി പാലക്കാട്ട് പ്രചരണത്തിന് വന്നിട്ടുണ്ട്. ഉദുമയിൽ അന്ന് മത്സരിച്ചത് മാരാർജിയായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ CPM നേതാക്കന്മാർക്ക് വേണ്ടി അദ്വാനി വന്ന് പ്രചരണം നടത്തുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചരിത്രമാണത്. അല്ല, നിങ്ങൾ പറയുന്ന ചരിത്രം വസ്തുതാപരമല്ല. ഞാൻ മുഴുവൻ പറയാം. നിങ്ങളതിനെ ഒരു ഏട് മാത്രം എടുത്തു വെച്ച് പറയരുത്. അന്ന് ജനസംഘം ഉണ്ടായിട്ടില്ല. നമ്പർ 1 ജനസംഘമുണ്ട്. അല്ല, പറയട്ടെ, ജനസംഘമുണ്ട്. ആ ജനസംഘമായിക്കൊണ്ട് തന്നെയാണ് ജനതാ പാർട്ടി. അതല്ല, പറയട്ടെ, ജനതാ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടെന്ന് അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം 50 വർഷം മുമ്പാണല്ലോ, കൃത്യമായി പറഞ്ഞാൽ അടിയന്തരാവസ്ഥയുടെ കാലമാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. അതെ. അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ച സംഘടനയാണെന്ന് SFI. പിൽക്കാലത്ത് CPIM-ന്റെ നേതാക്കളായി വന്ന പല നേതാക്കൾ, സഖാവ് കൊടിയേരി, ഇന്ന് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MABB എല്ലാം അന്ന് വിദ്യാർത്ഥി നേതാക്കളായിരുന്നു. ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരായിരുന്നു അവരെല്ലാം. അന്ന് MLA ആയിരുന്ന സഖാവ് പിണറായി വിജയൻ ചോരപുരണ്ട ഷട്ടുമായി എന്ന നിയമസഭയിലെത്തിയത് ചരിത്രമാണ്. RSSന്റെ അന്നത്തെ സർസംഘചാലക് ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ 100 കർമ്മ പരിപാടികൾ, 9 കർമ്മ പരിപാടികൾ അല്ലേ, ഞാൻ കർമ്മപരിപാടികളുടെ എണ്ണത്തിൽ എനിക്ക് സംശയമുണ്ട്. 14 പരിപാടികൾ, സോറി 14 പരിപാടികൾ. ആ 14 പരിപാടികളെ അംഗീകരിച്ചുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ട് RSS. 14 പരിപാടികളെ അംഗീകരിച്ചുകൊണ്ട് RSS കത്തെഴുതിയിട്ടുണ്ട്. RSSന്റെ ഏതെങ്കിലും നേതാക്കൾ അന്ന് വലിയ സമരം നടത്തി. ആ കത്തിലൊക്കെ അവർ, പിന്നെ വേറൊരു കാര്യമുണ്ട്, വേറൊരു കത്തിൽ അവർ പറയുന്നുണ്ട്, പലയിടങ്ങളിലും നടന്ന സമരങ്ങളിൽ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് ഡിസോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര കാലത്തെ പോലെ തന്നെ. CPM അങ്ങനെയല്ല. CPM അത് ക്ലാരിറ്റിയോടുകൂടി പ്രവർത്തിച്ചവരാണ്. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റും അന്ന് അതിൻ്റെ ചാമ്പ്യന്മാരായി നിന്നവരായിരുന്നു. അന്ന് കോൺഗ്രസ് ഇതരമായ എല്ലാ ശക്തികളും അന്ന് ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ RSSനെ വേർതിരിച്ച് കാണുമെന്ന് ഞാൻ പറയാം. പക്ഷേ ജയപ്രകാശ് നാരായണൻ്റെ ആ ജനതാ പാർട്ടിക്ക് അന്ന് ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം കൊടുത്തിട്ടില്ല. അവർ കറ്റയന്തി കൽപ്പകശ്രീ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അതിൽ ജനസംഘമുണ്ട്. ജനസംഘം ആ പാർട്ടിക്കകത്തുണ്ട്, ആ കൂട്ടായ്മയിലുണ്ട്. അതെ, ഞാൻ സംസാരിക്കട്ടെ. ജനസംഘം ആ കൂട്ടായ്മയിലുണ്ട്. ജനതാ പാർട്ടിയാണ്. കൂട്ടായ്മയല്ല, ജനതാ പാർട്ടി എന്ന പാർട്ടിയെ അന്ന് CPI-യുമായി യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതാണ് ചരിത്രം. അതെ. ഭാരതീയ ജനതാ പാർട്ടി രൂപപ്പെടുന്നത് 1980-ലാണ്. അതെ. RSS അതിനു മുമ്പും അതിനു ശേഷവുമുള്ള RSSൻ്റെ കാലമുണ്ട്. RSSനോട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ RSS എന്ന ഓർഗനൈസേഷനോട്, താങ്കൾ പറഞ്ഞു ജനതാ പാർട്ടിയുമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യമാണ് ചരിത്രം എന്നതിൽ തർക്കമില്ലല്ലോ. എന്നാൽ അപ്പുറത്തെ വശത്ത് RSS എന്ന് പറയുന്ന ഓർഗനൈസേഷൻ 1925-ലുണ്ടായതാണ്. 1975-നു മുൻപോ 1975-ന് ശേഷമോ ഈ രാജ്യത്ത് പ്രവർത്തിച്ച RSS എന്ന ഓർഗനൈസേഷനുമായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CPIM എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിച്ചതായി ഒരാൾക്കും ഉണ്ടാക്കിയിട്ടില്ല. ചരിത്രപരമായി ഒരു ബന്ധം ഉണ്ടാക്കി. അതാണല്ലോ. ഇനി അടുത്ത് ബാക്കി പറയാം. അത് ഒരു വശത്ത്. നിങ്ങൾ ബാക്കിയൊരു കാര്യം പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ധാരണ, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് വളരെ ക്ലിയർ ആയിരിക്കണം, രാഷ്ട്രീയ ധാരണ ഞങ്ങൾ ഉണ്ടാക്കി. രാഷ്ട്രീയ ധാരണ എന്നാണോ സഖ്യം എന്നുള്ളതാണ്? ധാരണയെ ഉണ്ടാക്കിയിട്ടില്ല. സഖ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ട. ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കി. എന്താണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണമായി ഉയർത്തി കാണിക്കുന്ന കാര്യം? ഇവർ ചില ആഗോള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇവരെന്ത് ചെയ്തു? ഇവർ CPM-ന്റെ ചില നിലപാടുകളെ പിന്തുണയ്ക്കുകയും കോൺഗ്രസിൻ്റെ നിലപാടുകളെ ആ ഘട്ടത്തിൽ തള്ളിപ്പറയുകയും ചെയ്തു. ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഞാൻ സാഹചര്യങ്ങൾ അതിലേക്ക് പോകുന്നില്ല, പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഇവരുടെ നിലപാടുകൾ ശരിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട്, അതിൻ്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന തത്വമായ പൊളിറ്റിക്കൽ ഇസ്ലാം ശരിയെന്നല്ല നിങ്ങൾ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നവരുടെ പ്രിൻസിപ്പിൾ ഉപേക്ഷിച്ചു എന്നൊരിക്കലും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ CPM മുതിർന്നിട്ടില്ല. അത് മുതിർന്നത് കോൺഗ്രസ്സാണ്, ശ്രീ VD സതീശനാണ്. 4 വോട്ടിന് വേണ്ടിയാണ്. ഇനി കേരളത്തിലെ പല തദ്ദേശ ഇസ്ലാമിയുടെ വോട്ട് CPM-ന് ഗുണം ചെയ്തു. പല സംഘടനകളും ഞങ്ങളെ പിന്തുണച്ചു. അതിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഗുണം ചെയ്തുവെന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, വീഡിയോ സ്റ്റേറ്റ്മെൻറ്റായി ഇപ്പോഴുണ്ട്. അല്ല, ഞാനത് പറയട്ടെ. പലരും ഞങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ടാകാം. എങ്ങനെയാണ് ഞങ്ങളെടുത്തൊരു ക്ലിയറായ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയാം. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നു.
അവർ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മത്സരിക്കുന്നു. അപ്പോഴാണല്ലോ അവരുടെ ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ജനാധിപത്യ വേദികളിൽ വരുന്നത്. അതിൽ ഞങ്ങളെടുത്ത നിലപാടെന്താണ്? കേരളത്തിലെ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയോ SDP-യുടെയോ രണ്ടും എടുത്തോ, ജമാഅത്തെ ഇസ്ലാമിൻ്റെയോ SDP-യുടെയോ ഏതെങ്കിലും ഒരു അംഗം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ CPI-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു, LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു, എന്ത് നിലപാടെടുക്കണം? ഞങ്ങളുടെ പാർട്ടി ആലോചിച്ച നിലപാടെന്താ? അവരുടെ വോട്ട് കൊണ്ടാണ് നമ്മൾ ജയിക്കേണ്ടതെങ്കിൽ ആ ഒരു വോട്ട് നിർണായകമായാൽ ആ നിമിഷം രാജിവെക്കാനാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത്, ഞാനത് എടുത്തു പറയുന്നത് എൻ്റെ കൂടി ഒരു പ്രവർത്തന മേഖല ആയതുകൊണ്ട് പെട്ടെന്നൊരു ഉദാഹരണം മനസ്സിൽ ഓർമ്മ വന്നതാണ്. ഇവരുടെ സോൾഡാരിറ്റിയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റും. അവർ നമുക്ക് വോട്ട് ചെയ്തു, പ്രസിഡന്റ് സ്ഥാനത്തിൽ നമ്മൾ ജയിച്ചു, ആ വോട്ട് കൊണ്ടാണ്. ആ വോട്ടില്ലെങ്കിൽ നമ്മൾ തോക്കും. എന്താ തീരുമാനിച്ചേ? പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് രാജി എഴുതി കൊടുത്തിട്ടാണ് ഞങ്ങളുടെ പ്രസിഡന്റ് പുറത്തിറങ്ങി. ഇനി അതേസമയം അവിടെ അവരുടെ വോട്ട് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു, ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് കയറി പിടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അവർ വോട്ട് ചെയ്യുന്നു, ആ വോട്ടല്ലേലും നമ്മൾ ജയിക്കും. അതിപ്പോൾ ഞങ്ങൾക്ക് വെറുതെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ക്ലാരിറ്റിയുള്ള നിലപാടാണ്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഞാനത് ആവർത്തിക്കുകയാണ്. CPIM എന്ന് പറയുന്ന പാർട്ടി രൂപീകരണം മുതൽ ഇതുവരെ ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടെടുത്താൽ അത് പരസ്യമായി പറയും. പരസ്യപ്പെടുത്താത്ത ഒരു രാഷ്ട്രീയ നിലപാടും ഒരു രാഷ്ട്രീയ ധാരണയും CPIM എടുക്കില്ല, ഇനി എടുക്കുകയുമില്ല. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ SDP-യുടെയോ വോട്ട് കൊണ്ട് ഒരു പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഞങ്ങൾ ഭരിക്കില്ല, ഇപ്പോൾ ഭരിക്കുന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. എന്തേ കോൺഗ്രസിൻ്റെ നിലപാട്? കോൺഗ്രസിൻ്റെ നിലപാട് അവരെ മുന്നണിയുടെ ഭാഗമാക്കാൻ കൊള്ളാം. എന്നിട്ട് ശ്രീ VD സതീശൻ പറയുകയാണ് അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു. അത് പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറല്ലേ, സതീശനല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പോലും ഇതുവരെ അവകാശപ്പെടാത്തൊരു കാര്യം എങ്ങനെയാണ് ശ്രീ VD സതീശൻ പറയുക? വലിയ അപകടമല്ലേ? ലീഗ് ആലോചിക്കണ്ടേ? ഇപ്പോൾ ഈ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് ലീഗ് തന്നെ അതിനകത്ത് എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരു PM സലാം എന്ന് വ്യക്തമായ അഭിപ്രായം പറഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താ MSF എന്തെങ്കിലും എടുത്ത നിലപാട്? ഗവൺമെൻറ് വിരുദ്ധ നിലപാടെടുത്തു, ശരിയല്ലേ? അതാ ഞങ്ങൾ പറഞ്ഞത്, മുസ്ലിം ലീഗിലെ ഒരു വലിയ വിഭാഗത്തെ ഇത്തരം ചിന്തകൾ സ്വാധീനിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ചിന്ത, പൊളിറ്റിക്കൽ ഇസ്ലാം സ്വാധീനിച്ചിരിക്കുന്നു, മതരാഷ്ട്രവാദം ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ലീഗിലെ ഒരു വിഭാഗം ലീഗിന് അതിൽ മേൽക്കൈ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെല്ലാം എതിരെ പണ്ട് രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചിരുന്നാണല്ലോ KM ഷാജി. ആ പ്രസംഗമൊക്കെ ഇപ്പോൾ മറന്നുമില്ലേ? ആ നിലപാട് മാറ്റമില്ല എന്നാണ് അദ്ദേഹം നിലമ്പൂർ പറഞ്ഞത്. ആ പ്രസംഗം കേൾക്കുന്നില്ലല്ലോ. ശ്രീ ഷാജിയുടെ ആ പ്രസംഗം, ശ്രീ മുനീറിൻ്റെ അഭിപ്രായം പഴയ മൂർച്ചയില്ല, പറയുന്നില്ല. അത് അങ്ങോട്ട് പോയി ചോദിക്കുമ്പോഴാണ് പറയുന്നത്. ഇപ്പം അതല്ലല്ലോ, മുമ്പതല്ലല്ലോ, തെരുവുന്നുള്ള പ്രസംഗിച്ചതല്ലേ ശ്രീ മുനീർ. ഇപ്പം അങ്ങോട്ട് ചോദിച്ചാൽ പറയുന്നതെന്നല്ലാതെ, കാരണം എന്താ, അതിനകത്ത് മറുചേരി ഇതൊക്കെ ആവാം, ഇവരുമായെല്ലാം സന്ധി ആയാലും കുഴപ്പമില്ല, 2026 ഭരണത്തിൽ വരണം, ആരുമായി സന്ധി ചേരുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല എന്ന രീതി ഉണ്ടാകുന്നു. ഇവരുടെ രാഷ്ട്രീയ ആശയങ്ങൾക്ക് ഇവർക്കുമേൽ മേൽക്കൈ ഉണ്ടാകുന്നു. ആ മേൽക്കൈ സമുദായത്തിലാകെ ഉണ്ടാകുന്നു എന്ന തെറ്റിദ്ധാരണയിലാണ് ശ്രീ VD സതീശൻ ഈ മതരാഷ്ട്രവാദികൾക്ക് മുമ്പിൽ വണങ്ങിയിരിക്കുന്നത്. ഇതിന് കോൺഗ്രസ്സിന് വില കൊടുക്കേണ്ടി വരും, യാതൊരു സംശയവും വേണ്ട. ഇതൊന്നുമില്ലാതിരുന്ന ലീഗിന് ഈൽഡ് ചെയ്ത് ഭരിച്ച ചരിത്രമാണ് കേരളത്തിലെ UDF ഗവൺമെൻറ്റുകൾക്കെല്ലാം ഉള്ളത്. 5ാം മന്ത്രി വിവാദം നമ്മളാരും മറന്നിട്ടില്ല. ഇതിനെല്ലാം ഈൽഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്നുമില്ലാത്ത ലീഗിന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ സൗണ്ടായി വർത്തമാനം പറയാൻ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ പറയുന്ന SDP-യുടെ ഉൾപ്പെടെയുള്ള കേസുകൾ പിൻവലിച്ചു കൊടുത്തത്, കാസർഗോഡ് വർഗീയ കലാപത്തിൻ്റെ പ്രശ്നം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അന്ന് തന്നെ ഈൽഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ലീഗിന്. ജമാഅത്തെ ഇസ്ലാമി കൂടി ചേർന്നാൽ ജമാഅത്തെ ഇസ്ലാമി കൂടി UDF-ന്റെ ഭാഗമാവുകയോ ഇല്ലെങ്കിൽ UDF-ന് പുറത്ത് നിന്നുകൊണ്ട് UDF-നെ നിയന്ത്രിക്കുന്ന, UDF-നെ രാഷ്ട്രീയമായി സ്വാധീനിക്കുന്ന ഒരു ശക്തിയായി മാറുകയോ ചെയ്താൽ ഭാവി കേരളത്തിൽ എന്തായിരിക്കും
കോൺഗ്രസ്സിലൂടെ ജനം കാണാൻ പോകുന്നത്? 5 മന്ത്രിമാർ പോരാതെ വരുമോ? അല്ല, മന്ത്രിമാരുടെ മാത്രമല്ല, അപ്പോൾ മന്ത്രിമാരെയൊക്കെ അവരെ വിധിച്ചെടുത്തോട്ടെ, ഞാൻ പറഞ്ഞതല്ല. അതിന്മേലൊരു സാമുദായികമായ ഡിമാൻഡുകൾ രൂപപ്പെടുന്നു. അങ്ങനെയല്ലല്ലോ ഉണ്ടാകേണ്ടത്. അത് തെറ്റാണ്. അപ്പോൾ ആ തെറ്റ് വീണ്ടും ആവർത്തി. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഉണ്ടല്ലോ, നമ്മുടെ അന്നത്തെ ശ്രീ എ കെ ആൻ്റണിയുടെ പരാമർശം. ആ എ കെ ആൻ്റണിക്ക് ഇപ്പോൾ എന്താ മിണ്ടാത്ത ഇതിൽ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ശ്രീ ആൻ്റണി പറഞ്ഞെന്താ? ആൻ്റണി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് ആൻ്റണിയുടെ അഭിപ്രായമാണ്. പക്ഷേ ആൻ്റണിക്ക് അഭിപ്രായം ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വരവിനെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നതിനെക്കുറിച്ചെല്ലാമുള്ള ശ്രീ വി ഡി സതീശൻ്റെ അഭിപ്രായത്തോടുള്ള ആൻ്റണിയുടെ അഭിപ്രായം അറിയാൻ കൗതുകമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു മണ്ഡലമുണ്ട്. അവർ വളരെ സൈദ്ധാന്തികമായി ഇൻ്റലക്ച്വലായി പ്രവർത്തിക്കുന്നവരാണ്. ആളുകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും ബൗദ്ധിക മണ്ഡലത്തിൽ വളരെ സജീവമാണ്. ആ ഭൗതിക മണ്ഡലത്തിൻ്റെ സ്വാധീനം UDF-ൽ ആകെ ഉണ്ട് എന്നും UDF-ന് ഇപ്പോൾ നയിക്കുന്നത് ആ ഒരു ചിന്താഗതിയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. അല്ല, ആണ്, തീർച്ചയായിട്ടാണ്. എനിക്കെപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, വെൽഫെയർ പാർട്ടി കേരളത്തിൽ എത്ര വോട്ട് അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? തുച്ഛമായ വോട്ടുകളാണ്. തുലവും തുച്ഛാണ്. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ തുലവും തുച്ഛാണ്. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ തുലവും തുച്ഛമായ എണ്ണമാണ് SDP-ക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ട്. പക്ഷേ ഇവർക്ക് പ്രചരണത്തിൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഒരു പലതരത്തിലും ചില സന്ദർഭങ്ങളിൽ ഒരു എഡ്ജ് കിട്ടാറുണ്ട്. അവരുടെ ഒരു സ്റ്റോമിങ് അങ്ങനെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ലെഫ്റ്റിനെതിരായിട്ടുള്ള ഭയങ്കര രസകരമായ ഒരു സാധനം ഈ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മീഡിയ സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് ഫോബിയ ഡെവലപ്പ് ചെയ്യലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർ കൊണ്ടുവരുന്ന നരേഷൻ എന്താ? മോദിയും പിണറായി ഒരുപോലെയാണ്, CPM-ഉം RSS-ഉം ഒരുപോലെയാണ്, CPIM ഇവിടെ RSS-ൻ്റെ നിലപാടുകൾ നടപ്പിലാക്കുന്ന ഒരു ഷാഡോ ഏജൻസിയാണ്. ഈ നരേഷനാണല്ലോ അവർ കൂടുതൽ ലൗഡാക്കുന്നത്. ഇത് രസമെന്നറിയാമോ? ഇത് നിങ്ങൾ ഈ പറഞ്ഞ ഇവർക്ക് മേൽക്കൈ പ്രചരണത്തിൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. നാമമാത്രമായ അംഗങ്ങളുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെയാണ് അവരുടെ വിഷലിപ്തമായ പ്രചരണങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ഇവർ പടച്ചു വിടുന്ന ഈ നുണകളെ കൊണ്ടു നടന്ന് പ്രചരിപ്പിക്കുന്നത് UDF-ആണ്, കോൺഗ്രസ്സാണ്, ലീഗാണ്. ഇതാണ് കേരളം കാണേണ്ട അപകടം. വസ്തുതയുമായി പോലെ ബന്ധമില്ലാത്ത മുസ്ലിം വികാരത്തെ ആളിക്കത്തിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ. പക്ഷേ ആ പ്രചരണത്തിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗം വീടുന്നില്ല. അത് കണ്ടുകൊള്ളണം. അത് ഇവരും കാണണം, കോൺഗ്രസും കണ്ടുകൊള്ളണം. ശ്രീ വി ഡി സതീശൻ ഈ പ്രചരണത്തിൻ്റെ എല്ലാം ഒരു പോസ്റ്റർ ബോയ് ആയി മാറുകയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആത്യന്തികമായി നഷ്ടമായിരിക്കും. കാരണം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടിന് നേരെ വിപരീതമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ്. അല്ല, അവിടെയാണ് ആ എതിരായ രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ, ആ നിലപാട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ല ആരും. ഈ അടുത്ത കാലത്ത് ഈ മതരാഷ്ട്ര സങ്കല്പത്തിനെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ച് എവിടെ കേട്ടത്? നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹാഗിയ സോഫിയ വിഷയത്തിൽ പാണക്കാട് തങ്ങളുടെ ലേഖനം വന്നില്ലേ? പഴയ ലീഗിൽ നിന്ന് അങ്ങനെ ഉണ്ടാവോ? ഹാഗിയ സോഫിയ വിഷയത്തിലെ നിലപാട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നിലപാടല്ലേ? പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിനിടയിൽ ലീഗിനെ പോലെ സ്വാധീനമുള്ള ഒരു പാർട്ടിയായി ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മാറിയാൽ അത് രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുന്ന ലീഗിനായിരിക്കില്ലേ? അല്ല, ആർക്ക് രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുന്നു എന്നുള്ളതല്ല ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നം. അല്ലെങ്കിൽ അതിൽ ഞങ്ങൾക്കിന്ന് രാഷ്ട്രീയ നഷ്ടമുണ്ടാകുന്നു. ലീഗിന് അങ്ങനെ ഒരു ചിന്ത കേരളത്തെ എങ്ങനെ ബാധിക്കുന്നുള്ളതാണ്. അല്ല, ലീഗ് അതിന് വഴങ്ങി കൊടുക്കേണ്ടി വരികയാണ്. അത് ലീഗാണ് പറയേണ്ടത്. ലീഗിനകത്തുള്ളവർ ചിന്തിക്കേണ്ട കാര്യമാണത്. ലീഗിനകത്തുള്ളവർ ചിന്തിക്കേണ്ട കാര്യമാണ്. അവർ ചിന്തിക്കട്ടെ. ഞങ്ങളത് പുറത്തുനിന്ന് പറയുന്നവരാണ്. ഇപ്പം ലീഗ് അത് അവിടെ ഈൽഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ലീഗിന് അലട്ടുന്നതൊന്നുമല്ല, 26 കോടി പടച്ചോനെ ഭരണം കിട്ടിയില്ലെങ്കിൽ എന്താകും എന്നുള്ള ഉറക്കക്കെട്ടാണ് ലീഗിനെ നയിക്കുന്നത്. അപ്പോൾ ഒരു തവണ പ്രതിപക്ഷത്തിരുന്ന ലീഗ് രണ്ടാമത് വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ലീഗ് മൂന്നാമതൊരിക്കൽ കൂടി പ്രതിപക്ഷത്തിലിരിക്കേണ്ട ഒരു ദിവസത്തെക്കുറിച്ച് ലീഗിന് ചിന്തിക്കാൻ പറ്റില്ല. ലീഗിൻ്റെ പിന്തുണയുള്ളതുകൊണ്ട് മാത്രം UDF-ന് മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ കിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമും കൂടെ പോരട്ടെ എന്ന് കോൺഗ്രസ് കരുതുകയാണ്. അല്ല, കോൺഗ്രസിൻ്റെ ഒരു പറയട്ടെ, ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ധാർമ്മികതയും ഇന്നല്ല ഒരു കാലത്തും കോൺഗ്രസ് വെച്ച് പുലർത്തിയിട്ടില്ല. അവരിങ്ങനെ എല്ലാവരും ഉപയോഗിക്കും. കോൺഗ്രസ് നയിക്കുന്ന ഏക വികാരം മാർക്സിസ്റ്റ് വിരുദ്ധത മാത്രമാണ്, ഇടതുപക്ഷ വിരുദ്ധത മാത്രമാണ്.
ഇപ്പം ഇടതുപക്ഷ വിരുദ്ധതയുടെ വാളോങ്ങി നിൽക്കുന്ന എല്ലാവരെയും കൂട്ടിവയ്പ്പിക്കുക. അത് ഈ കടലാസിലൊതുങ്ങുന്ന SUCA എന്ന സംഘടനയായാലും ശരി, പണ്ട് ഓർമ്മയില്ലേ നിങ്ങൾക്ക്, കേരളത്തിൽ അന്ന് ഞങ്ങൾക്കെതിരായ പ്രക്ഷോഭമുഖം തീർക്കാൻ വേണ്ടി ഈ കീഴാറ്റൂരെല്ലാം തന്നെ നന്ദിഗ്രാമിൽ നിന്ന് ആളെ കൊണ്ടുവന്നില്ലേ? അപ്പോൾ ഇടതുപക്ഷ വിരുദ്ധ ശബ്ദമുയർത്തുന്ന ഏതൊരാളെയും, അതാണ് അവരുടെ മാനദണ്ഡം. അപ്പോൾ അതിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു ചാമ്പ്യനാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റോ ഫോബിയ മുസ്ലിങ്ങൾക്കിടയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ നല്ല പേനയുന്നവരാണ്, ഓവർ ടൈം പണിയെടുക്കുന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ബൗദ്ധിക വിങ്ങിനെയും ഒക്കെ UDF ഉപയോഗപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് പറയുന്നതും ഈ RSSനെ അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയെ ഒന്ന് പ്രീണപ്പെടുത്താനാണ് ഇപ്പോൾ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് തൊട്ടപ്പുറത്ത് കർണാടക. പിണറായി ഭരിക്കുന്ന കേരളത്തിലല്ലേ അഴിമതി കാണിച്ച് EDയെ പൂട്ടിയത് അല്ലേ? എന്തുകൊണ്ടത് കാണുന്നില്ല? ഞങ്ങളല്ലേ RSSന് യുദ്ധം ചെയ്യുന്നത്? ഇനി കേരളത്തിൽ ഞങ്ങൾക്കെതിരെ എത്ര സഖാക്കളെയാണ് RSSകാർ കൊന്നു തള്ളിയത്? ഇപ്പോഴും പലർക്കും ത്രെട്ട് അനുഭവിക്കുന്നത്. ഞങ്ങൾ എവിടെയെങ്കിലും RSSനോട് സന്ധി ചെയ്യും? പക്ഷേ RSSുമായി സംഘടനാപരമായി സന്ധി ചെയ്യുകയോ കേന്ദ്ര സർക്കാരുമായി സന്ധി ചെയ്യുകയോ ചെയ്യുന്നുള്ളതല്ല, ഭൂരിപക്ഷത്തെ പ്രീണിപ്പെടുത്തുന്ന വിധത്തിൽ ചില നയങ്ങൾ രൂപപ്പെടുത്തുക. ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് വന്നൊരു പ്രസ്താവന നടത്തും. ആ പ്രസ്താവന നടത്തിപ്പോയ വെള്ളാപ്പള്ളി നടേശൻ മതേതര കേരളത്തിൻ്റെ വക്താവായി സഖാവ് പിണറായി വിജയൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഭൂരിപക്ഷ സമുദായത്തെ ഒന്ന് പ്രീണിപ്പിച്ച് കളയാം. നിങ്ങളതങ്ങനെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് വസ്തുതാപരമായി ശരിയാവുക? ഇപ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രശ്നങ്ങളോട്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളോട് ശക്തമായി എതിർത്തിട്ടുണ്ട് ഞാൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച മറ്റ് ചില കാര്യങ്ങളെ മുഖ്യമന്ത്രി എടുത്തു പറയുകയാണ് ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹത്തെ ഈ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ശ്രീ വെള്ളാപ്പള്ളിയുടെ വേദി അവർ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവർ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രി അതിൽ നല്ല വാക്കുകൾ പറയുന്നു. എത്രയോ മുസ്ലിം സംഘടനകളുടെ പരിപാടികൾ അതിന് ശേഷവും അതിനു മുമ്പും CPM മുഖ്യമന്ത്രി പോവുകയും മുഖ്യമന്ത്രി നല്ല വാക്കുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ നല്ല വാക്കുകൾക്കിടയിൽ താങ്കൾ മലപ്പുറത്ത് പറഞ്ഞതൊരല്പം കൂടിപ്പോയി. അന്ന് അങ്ങനെ പറയാരുതായിരുന്നു. മലപ്പുറം ഒരു മതേതര മുഖമുള്ള ജില്ലയാണ്. മലപ്പുറത്തൊരു പ്രത്യേക രാജ്യമെന്ന് പറയുന്ന സ്വഭാവമില്ല. അവിടെ ഈഴവ സമുദായത്തിന് പ്രത്യേകമായിട്ടൊരു വേർതിരിവില്ല. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷമാണ് എന്ന് ആ വേദിയിൽ വെച്ച് വെള്ളാപ്പള്ളിയോട് പറയായിരുന്നു. അല്ല, നിങ്ങൾ എത്രയോ ഘട്ടങ്ങളിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുപോലൊരു വേദി, ആ വേദിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു. ആ നിലപാട് കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാടല്ല. ഇതാണ് ഒന്നാമത്തെ വാദം. 2, ഞങ്ങൾ കാന്തപുരത്തിൻ്റെ വേദിയിൽ പോകാറുണ്ട്, സമസ്തയുടെ വേദിയിൽ പോകാറുണ്ട്, ഇവിടെ ക്ഷണം സ്വീകരിച്ച്. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അല്ലാത്ത എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഇതുപോലുള്ള വേദികളിലും പരിപാടികളിലും ഞങ്ങളുടെ പാർട്ടി നേതാക്കളും മന്ത്രിമാരും പോകാറുണ്ട്. ഞങ്ങളവിടെ അവർ കേരളത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് പറയാറുണ്ട്. വിയോജിക്കേണ്ടതിൽ വിയോജിക്കുകയും ചെയ്യാറുണ്ട്. ശക്തമായി വിയോജിക്കാറുണ്ട്, ശക്തമായി യോജിക്കേണ്ടതിൽ യോജിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ തിരുകേശ വിവാദത്തിൻ്റെ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നൊരു നിലപാട് പറഞ്ഞു. അന്ന് മുഖ്യമന്ത്രിയല്ല, പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ബോഡി വേസ്റ്റ്. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ലൗഡായി നിലപാട് പറയേണ്ടപ്പോൾ നിലപാട് പറയും, ഞങ്ങൾ എതിർക്കുമ്പോൾ എതിർക്കും. ഇനി താങ്കൾ പറഞ്ഞു ഈ ഭൂരിപക്ഷ സമുദായം പറയുന്ന പോലെ അങ്ങനെയാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ ഇവിടെ സംഘപരിവാർ നടത്തിയ വ്യാപകമായ പ്രചരണം എന്താ? ചെത്തുകാരൻ്റെ മോൻ ചെത്താൻ പോയാൽ മതി എന്നാണ്. ചെത്തുകാരൻ്റെ മോൻ ചെത്താൻ പോയാൽ മതി എന്നാണല്ലോ പ്രചരണം. കഴിഞ്ഞ 2021 മുമ്പുള്ള പ്രചരണത്തിൻ്റെ വലിയ ശബ്ദം അതായിരുന്നല്ലോ. ശബരിമല വിവാദത്തിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും അതാണല്ലോ ഉയർത്തിപ്പിടിച്ചത് മുദ്രാവാക്യം. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലായിടത്തു നിന്നും കല്ലേറേറ്റുവാങ്ങാണ്. ഞങ്ങളെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾക്കെതിരായ ചാർജ് എന്തൊക്കെയാണ്? ഞങ്ങൾ ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നവരാണ്. ഞങ്ങൾ ഇപ്പുറത്തെ വശത്ത് പറയുന്നത് ഞങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നവരാണ്. ഒരേ സമയം ഇരുകൂട്ടരുടെയും എല്ലാ യാഥാസ്ഥിതികവാദികളുടെയും എല്ലാ വലതുപക്ഷ ബ്രാൻഡുകളിൽ നിന്നും ഞങ്ങൾ കല്ലേറേറ്റു. ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുമ്പോൾ ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണോ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എല്ലാ സമുദായങ്ങളെയും ഒക്കെ ഒന്ന് ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ എല്ലാവരും കൂടെ. അങ്ങനെയല്ല. അത് തെറ്റ്.
അതൊരു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട, ഒരു ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ഭരണഘടനാപരമായ ബാധ്യതയാണ്. ശരി, അതൊരു പാർട്ടി എന്തുകൊണ്ടാണ് അല്ല CPM മാത്രമല്ല, അല്ല പാർട്ടി എന്നതിന് പുറമെ ഞങ്ങളുടെ ജനാധിപത്യപരവും ഭരണഘടനാപരവുമായ ബാധ്യതയാണ്. ഞങ്ങൾ ആരോടും പ്രത്യേകമായ കൂറ് പുലർത്തില്ല, ഞങ്ങൾ ആരോടും അനീതി കാണിക്കുകയുമില്ല. ഏതൊരു വിഭാഗത്തിനും ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യമില്ലാതെ ഈ ഗവൺമെൻറ്റിനെ സമീപിക്കാം. നിങ്ങൾ ചോദിച്ചു നോക്കൂ, വിവിധ ക്രൈസ്തവ സഭകളോട് ചോദിച്ചു നോക്കൂ. ഈ 2 ഗവൺമെൻറ്റുകളുടെ കാലത്ത് ക്രൈസ്തവ സഭകളുമായുള്ള ഏതെങ്കിലും ഒരു ഏറ്റുമുട്ടൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഞാനത് എടുത്തു പറയാൻ കാരണം മുൻപത് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഭരണകാലത്ത്. ഇപ്പോൾ SFI സമരരംഗത്തേക്ക് വരിക, സമരരംഗത്ത് വെച്ചാൽ ഞാൻ പറയുന്നത് പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ പോർമുഖങ്ങൾ ഇപ്പോഴില്ല. എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഡയലോഗ് ഈസ് പോസിബിൾ. അതൊരു ജനാധിപത്യ പരിസരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുറന്നിടുന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. അത് ഏത് വിഭാഗത്തോടുമുണ്ട്. ഇനി ഏത് വിഭാഗമായാലും, എത്ര അടുപ്പമുള്ള വിഭാഗമായാലും, അന്യായമായ ഒരു കാര്യത്തിൻ്റെ മുമ്പിലും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തില്ല ഒരാളോടും. നീതിപൂർവമായ എന്ത് കാര്യം മുമ്പോട്ട് വെക്കാമോ ആ നീതിപൂർവമായ കാര്യം ചെയ്യും. നീതിപൂർവമല്ലാത്തൊരു കാര്യം അത് അവരുടെ ഏരിയല്ല. ഇനി ഞങ്ങളുടെ പാർട്ടിയിൽ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ, ഞങ്ങളുടെ പാർട്ടിയുടെ MLA-മാരെ നിശ്ചയിക്കുന്നതിൽ, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇനി തിരിച്ച് UDF ആണെങ്കിൽ ആലോചിച്ച് നോക്കൂ. UDF ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യണമല്ലോ. ആളുകൾ ഇപ്പോഴെല്ലാവരും കമ്പയർ ചെയ്യുന്നത് എന്താ? 2 LDF ഗവൺമെൻറ്റുകളെയാണല്ലോ കമ്പയർ ചെയ്യുന്നത്. UDF ആയിരുന്നപ്പോഴെന്താ? തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അന്നത്തെ നമ്മുടെ NSSൻ്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറിയുടെ ഒരു സ്പീച്ച് കഴിഞ്ഞപ്പോഴേക്കും മന്ത്രിസഭ പുനഃസംഘടന നടന്നു. ഒരൊറ്റ പ്രസംഗം മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. 5ാം മന്ത്രിവാദം വേറെ. ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്റിനെ ആ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റിൽ നിന്നുകൊണ്ട് ഭരിക്കാൻ ഇടതുപക്ഷത്തിനല്ലാതെ കേരളത്തിൽ UDF-ന് സാധിക്കുമോ? 2 കാരണങ്ങളാൽ സാധിക്കില്ല. ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ ബാഹ്യശക്തികളുടെ ഇത്തരത്തിലുള്ള നിരന്തരമായ ഇടപെടലുകൾ അതിന് വിധേയമാകുമോ. രണ്ടാമത് അതിനകത്തുള്ള ഗ്രൂപ്പ് പോർ കാരണവും പറ്റില്ല. ഇപ്പം തന്നെ 2026 മുഖ്യമന്ത്രി ആരാണെന്നുള്ള തർക്കമാണ്, അടിയാണ്, രൂക്ഷമായ അടിയാണ്, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അടികളാണ്, അമർന്ന് കത്തുന്നു, ആളി കത്തുന്ന തീയാണ് അതിന് മുഴുവൻ. എവിടെയാണ്, ആരാണ്? എല്ലാവരും അതിനകത്ത് മുഖ്യമന്ത്രിമാരാണ്. ശ്രീ ശശി തരൂർ ഇപ്പോൾ എവിടെയാണ്? ഒരച്ചടക്കമില്ലാത്ത രാഷ്ട്രീയ കൂട്ടം, അതാണ് UDF-ഉം കോൺഗ്രസും. അവർ കേരളം ഭരിച്ചാൽ കേരളത്തിൽ വികസനം ഉണ്ടാവും, കേരളത്തിൽ സമാധാനം ഉണ്ടാവും. ഈ വിവിധ ശക്തികൾക്ക് കീഴടങ്ങി കൊടുത്താൽ കേരളത്തിൽ മാറാട് പോലുള്ള വർഗീയ കലാപങ്ങൾ, കാസർഗോഡ് പോലുള്ള വർഗീയ കലാപങ്ങൾ വീണ്ടും ഉണ്ടാകില്ലേ? കേരളത്തിൽ കഴിഞ്ഞ 2 തുടർഭരണങ്ങളിലൂടെ പിണറായി സർക്കാർ ആർജിച്ചെടുത്ത വികസനം, അതിൻ്റെ തുടർച്ച പിന്നെ സംഭവിക്കുമോ? നമ്മൾ പതിറ്റാണ്ടുകളോളം, ഒരു 20 വർഷം പുറകിൽ പോകും നമ്മൾ. അതുകൊണ്ടാണ് ഇവർ ഇതിന് ബിഫിറ്റിംഗ് അല്ല, ഇതിന് ഉചിതമല്ല എന്ന് ഞങ്ങൾ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ചോദിച്ചിടത്ത് തന്നെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സൈദ്ധാന്തിക രാഷ്ട്രീയത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ ഇടതുപക്ഷത്തിനും ചെയ്യേണ്ടി വരുന്നുണ്ട്. പുരോഗമനപരമായ കാര്യങ്ങളിൽ പലപ്പോഴായി ചെയ്യേണ്ടി വരുന്നില്ല. എവിടെയാണ് നിങ്ങൾ ഈ വിട്ടുവീഴ്ചകൾ എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്നൊരു പ്രയോഗം താങ്കൾ അങ്ങനെയല്ല അതിനെ അങ്ങനെ പറയരുത്. അടിച്ചേൽപ്പിക്കേണ്ടതെന്നുള്ളതല്ല. ഞങ്ങളെ ഒരു സമൂഹത്തിലും ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു കാര്യം പുരോഗമനപരമായ ഒരു കാര്യം സ്വീകരിക്കാൻ പ്രാപ്തമാകുന്ന ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെടുന്നത്. ഞാനത് പറഞ്ഞു. ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കലുകളായിരിക്കില്ല പലപ്പോഴും നടപ്പിലാക്കുക. അതിൻ്റെ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് വേറൊരു തരത്തിലായിരിക്കും. ഞങ്ങൾ ഈ പോയിൻ്റ് ഓഫ് ടൈമിൽ തന്നെ ഇതങ്ങ് നടപ്പിലാക്കി കളയണമെന്നായിരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വളരെ ലളിതമാണ്. 57 മുതലുള്ള ഇതുവരെയുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഗവൺമെൻറ്റിൻ്റെയും ഫോക്കസ് ദരിദ്രരും പിന്നോക്കക്കാരുമായ ആളുകളുടെ ജീവിത നിലവാരത്തെ വികസിപ്പിക്കുക. ഇതാണ് ബേസ്. അതിൽ ഞങ്ങൾക്ക് വലിയധികം കേരള മോഡൽ ഞങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്റ്റേബിളായ ഒരു വികസന മോഡൽ കേരളത്തിനല്ലാതെ വേറൊരു സ്റ്റേറ്റിനില്ല. 2016 ശേഷം അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലും മറ്റൊരുപാട് നിക്ഷേപത്തിൽ, ടൂറിസത്തിൽ ഒക്കെ ഒരുപാട് മേഖലകളിൽ കുറേയധികം മുമ്പോട്ട് പോയിട്ടുണ്ട്. ശരി, ഞാൻ അതിന് താങ്കൾ പറഞ്ഞതിനെ ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റായി പറഞ്ഞാൽ, ഇടതുപക്ഷ സർക്കാർ എല്ലാ സമുദായങ്ങൾക്കു വേണ്ടിയും പ്രവർത്തിക്കും,
എല്ലാ സമുദായ എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും വിശ്വാസത്തിലെടുക്കും. എടുക്കും. എല്ലാ സമുദായ സംഘടനകളെയും, സമുദായ സംഘടന മാത്രമല്ല, ഓൾ സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ, സൊസൈറ്റിയുടെ എല്ലാ വിഭാഗത്തെയും, അത് ഭരണകരമായ ഞങ്ങളുടെ ബാധ്യതയാണ്. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ജനാധിപത്യപരമായ ഒരു ഇടപെടലിലൂടെ മാത്രമേ ഭരിക്കുകയുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ തുറന്നു നിൽക്കുന്ന പ്രതിപക്ഷം ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എടുത്ത സമീപനം എന്താ? പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് പോയത്. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പോലും ഞങ്ങൾ പ്രതിപക്ഷത്തെ കൂടി ക്ഷണിച്ചു. പ്രതിപക്ഷത്തോട് വിയോജിപ്പില്ലേ? ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കണം. ഇനി നിങ്ങളീ പറഞ്ഞ സമുദായ സംഘടനകളുടെ കാര്യം പറഞ്ഞാൽ അത് തന്നെയാണ്. സമുദായ സംഘടനകളോട് അവരുടെ തെറ്റായ ചിന്തകൾ വന്നാൽ ഞങ്ങൾ അതിനെ എതിർക്കും, വിയോജിക്കും. എന്നാൽ യോജിക്കേണ്ടടുത്ത് യോജിക്കുകയും ചെയ്യും. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഒഴികെയുള്ള ഒരുപാട് പേരോട് നമുക്ക് യോജിക്കാൻ കഴിഞ്ഞു. SNDP, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി നമുക്ക് പല ഘട്ടങ്ങളിലും പല രൂപത്തിൽ യോജിക്കാൻ പറ്റും. NSSുമായി യോജിക്കേണ്ട കാര്യങ്ങളിൽ യോജിക്കാൻ പറ്റും. അവർക്ക് നമുക്ക് യോജിക്കാവുന്നത് എന്താ പിന്നെ പ്രശ്നം? ഗവൺമെൻറ് എന്നതിൽ ഗവൺമെൻറ് എല്ലാവരുടെയും ഗവൺമെൻറ്റാണ്. പക്ഷേ എന്തു ചെയ്യുമ്പോഴും ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം സാധാരണക്കാരും ദുർബലരുമായ മനുഷ്യരുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുക, പുരോഗമനപരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം സംഘടനാപരമായി നിർവഹിക്കാൻ പറ്റുമെന്നുള്ളത്. അയ്യോ, തീർച്ചയായിട്ടും. ഞങ്ങളെപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ. CPIM DYFI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഞാൻ നേരത്തെ അങ്ങോട്ട് സൂചിപ്പിച്ചു, 2021 മുതൽ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോങ് ക്യാമ്പയിനാണ്. ഞങ്ങൾ തുടങ്ങി, അത് എന്ന് അവസാനിപ്പിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് കേരളത്തിലെ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക, ശാസ്ത്രാവബോധത്തെ, സയൻസ് ടെമ്പറിനെ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ക്യാമ്പയിനുകൾ, കൾച്ചറൽ സ്പേസുകൾ. ഇപ്പോൾ എങ്ങനെയാണ് DYFI YLF സംഘടിപ്പിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ ഇവൻ്റായി അത് മാറി. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും ഞങ്ങൾ കൾച്ചറൽ ഇവൻറ്റുകൾ സംഘടിപ്പിക്കുന്നു. അതെല്ലാം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. ഈ വലതുപക്ഷവൽക്കരണത്തിനെതിരായ സമരം ഒരു ഏകജാലകത്തിലൂടെ പോകുന്നതല്ല, ബഹുമുഖ വഴികളിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത്. ആ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തും. അപ്പോൾ അതിനെല്ലാം പ്രയോജനപ്പെടുത്തി നിരന്തരമായി ഞങ്ങൾ മുമ്പോട്ട് വരും. പഴയ പോലെ ഇടതുപക്ഷ സ്വാധീനമുള്ള ഒരു കേരളം, അതായത് പുരോഗമന സ്വഭാവം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. കേരളത്തിൻ്റെ പുരോഗമന മൂല്യം നഷ്ടപ്പെട്ടു പോകാൻ വഴിയില്ല. കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവത്തെ തകർക്കാൻ കഴിഞ്ഞാൽ കേരളം സംഘപരിവാറിന് നിഷ്പ്രയാസം പിടിക്കാൻ കഴിയും. കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവത്തെ, സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് തകർക്കാൻ വിട്ടുകൂടുക. ഇപ്പം DYFI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ആ മുദ്രാവാക്യം കുറച്ചുകൂടി ശക്തമായി ഉയർത്തും എന്നാണ്. തർക്കം എന്താ? ഞങ്ങൾ അത് കുറേ കൂടി ലൗഡാവും. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിലെല്ലാം ശക്തമായ നിലപാട് പറയാൻ കഴിയുന്നത്, സംഘപരിവാറിനെ ശക്തമായി തുറന്നു തീർക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ DYFIയുടെ ഒരു സാധാരണ പ്രവർത്തകനെ വിളിച്ച്, സഖാവിനെ വിളിച്ച് സംസാരിച്ചാൽ പോലും അവൻ പറയും, അവൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നുള്ള ചിന്തയിലായിരിക്കും അവനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അത്തരം വഴികളിലൂടെയാണ്. അതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടായിരിക്കില്ല എന്നുള്ളതാണ്. അല്ല, തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊന്നുമല്ല, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വട്ടിയൂർക്കാവ് ബൈ ഇലക്ഷൻ കുറച്ച് മുമ്പുള്ള കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ദിശാഗതിയെ തന്നെ നിശ്ചയിച്ച എന്നാണല്ലോ. അവിടെ VK പ്രസാദ് സ്ഥാനാർത്ഥിയായപ്പോൾ എന്തായിരുന്നു? അങ്ങനെ ഒരു കാര്യം വേറെ ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയും? ഞങ്ങളെല്ലാം തികഞ്ഞവരെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ജെൻഡർ ഈക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കിനി ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ മുമ്പോട്ട് പോകേണ്ടതുണ്ടെന്നുള്ള അഭിപ്രായം സ്വയംവിമർശനമായി പറയുന്നവരാണ് ഞങ്ങൾ. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഇപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും മുമ്പോട്ട് പോവുക. ഞങ്ങൾ 100% ഇങ്ങനെ കുറ്റമറ്റ അങ്ങനെയല്ല, മറിച്ച് ഇന്നത്തെ കേരളീയ സമൂഹത്തിൽ, ഇന്നത്തെ കേരളത്തിന് ദിശാബോധവും ശക്തിയും കൊടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ശക്തി അത് ഇടതുപക്ഷമാണ്. അത് ജനങ്ങളിൽ നിന്ന് കൂടുതൽ പാഠം ഉൾക്കൊണ്ട് കൂടുതൽ വെളിച്ചമുള്ള കൂടുതൽ ശക്തിയുള്ള പാർട്ടിയായും അതോടൊപ്പം തന്നെ DYFI പോലുള്ള ഓർഗനൈസേഷൻസുമെല്ലാം അങ്ങനെ കൂടുതൽ കരുത്ത് പ്രാപിച്ച് മുമ്പോട്ട് വരും. ഞങ്ങൾ കേരളത്തിലെ പുരോഗമന സ്വഭാവത്തെ സംരക്ഷിക്കുന്നതിനുള്ള സമരങ്ങളിൽ വ്യാപൃതരാകും. കേരളത്തിലെ സോഷ്യൽ സ്പേസിനെ, സാമൂഹ്യ വ്യവഹാരങ്ങളെ, ജാതിമത ചിന്തകൾക്കപ്പുറത്തുള്ള ഇടകലരലിനെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അങ്ങനെയുള്ളവരായി ഞങ്ങളെല്ലാവരും മാറും. വ്യക്തിപരമായും ജീവിതത്തിലും അതോടൊപ്പം തന്നെ പൊതുജീവിതത്തിലും അത്തരം ചിന്തകളും അത്തരം മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിൽ ഗവൺമെൻറ്റേതായ കടമ നിർവഹിക്കുമ്പോൾ തന്നെ ഞങ്ങളും ഇടതുപക്ഷമാകെ ആസ് എ ഹോൾ അതിനുള്ള മണ്ണൊരുക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. അത് തുടരുക തന്നെ ചെയ്യും. ലാൽ സലാം.